മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് ധാരാളം വനിതാ സംവിധായകർ കടന്നു വരുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത്, ആദ്യ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമ അവർക്ക് സംഭവ്യമാകുന്നത് വളരെ റെയറായിട്ടാണ്. അത്ര ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എന്തായാലും സംഭവിക്കുന്നില്ല. പക്ഷേ രത്തീനേനെ സംബന്ധിച്ച് അതിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ഒരു പുഴു കഴിഞ്ഞൊരു ഏതാണ്ട് 2 വർഷമായപ്പോഴത്തേക്ക് അടുത്ത സിനിമ റിലീസിന് ഒരുങ്ങി നിൽക്കുക ചെയ്യുന്നത്. അതിനെ പറ്റി ഒന്ന് പറയാം, അതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്നുള്ളത്. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2011 ഞാൻ ആദ്യം സിനിമയുടെ ഭാഗമാകുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി? 14 വർഷമായി. സോ 10 വർഷം കഴിഞ്ഞപ്പം ആണ് ഞാൻ എൻ്റെ ആദ്യ സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അത്രയും വർഷം ഞാൻ പല മേഖലകളായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ആദിത്യയുടെ എക്സ്പീരിയൻസ് അല്ല, മിനിയുടെ എക്സ്പീരിയൻസ് അല്ല എൻ്റെത്. ഞാൻ വേറൊരു വഴിയിൽ, പല വഴികളാണ് സിനിമയിലോട്ട്, നമുക്ക് ഒരുപാട് വഴികളാണ്. സിനിമയാണ് അവസാനത്തെ നമുക്കെല്ലാവർക്കും എത്തിപ്പെടാനുള്ള സ്റ്റേഷൻ, അതാണ്. നമ്മൾ പല വഴിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ വന്ന വഴി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് താരങ്ങളും വലിയ പ്രൊഡക്ഷനുകളും ഒക്കെ ഉള്ളൊരു വഴിയായിരുന്നു. അത് ഏതോ രീതിയിൽ ഞാൻ ഈ പറയുന്ന പോലെ കോഴിക്കോടുള്ള ഒരു ചെറിയ സാധാരണ ഫാമിലിയിൽ നിന്നുള്ള ഒരാളാണ്. പിന്നെ അതൊരു ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങ് എത്തിപ്പെട്ടതാണ്. അപ്പോൾ പക്ഷേ ഞാൻ പ്രൊഡക്ഷൻ എന്നുള്ളത് എൻ്റെ എപ്പോഴത്തെയും ഒരു ബലമായിരുന്നു. കാരണം ഞാൻ അതിലാണ് വന്നത്. ഞാൻ പല വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലും അവർക്ക് വേണ്ടി വർക്ക് ചെയ്തും ഒക്കെയാണ് വന്നത്. അപ്പോൾ ഞാനൊരു സിനിമ ആലോചിക്കുമ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ്, മറ്റുള്ളവർക്ക് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് മലയാള സിനിമയിൽ ഇപ്പം നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ 10-15 വർഷത്തിനിടയിലുള്ളവരെയാണ് നമ്മൾ അധികവും കണക്ക് കൂട്ടുന്നത്. നമുക്ക് ആദ്യം നിർമ്മല കുമാരി ഒരു ആർട്ടിസ്റ്റായിരുന്നു. അവർ ഒരു മലയാള സിനിമ ചെയ്തിട്ടുണ്ട് 1970s മറ്റോ. അപ്പം ആ സിനിമ ചെയ്ത് ഷീലാമ്മ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരൊക്കെയും സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആരും കുറേ കാലം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നെ ചെയ്തവർ ആരും അതിൽ അഞ്ജലി മേനോൻ മാത്രമാണെന്ന് തോന്നുന്നു ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തത്. അല്ല, ഇപ്പം ഞാനൊരു സിനിമ കഴിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാണ് എൻ്റെ ജോലി. പ്രൊഡക്ഷൻ, അടുത്ത കഥ കേൾക്കുക, പ്രൊജക്റ്റ് ഉണ്ടാക്കുക, അത് പ്രൊഡ്യൂസറുടെ അടുത്ത് കൊണ്ടുപോവുക, പ്രൊജക്റ്റ് ആക്കുക, ഇതെൻ്റെ ജോലി ആയതുകൊണ്ടായിരിക്കാം ഞാൻ 24 hours ഈ ഒരു കാര്യമാണ് എൻ്റെ ലൈഫ്. അതാണ്, ഞാൻ കഥ കേൾക്കുന്നു, സിനിമ കേൾക്കുന്നു, ഓക്കെ അടുത്ത ആളാണ്. കാരണം ഞാൻ എനിക്ക് കുറച്ചും കൂടെ കാലത്ത് എൻ്റെ ഈ ഒരു 10-14 വർഷത്തെ ഈ പ്രൊഡക്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കുണ്ടായിട്ടുള്ളത് കോണ്ടാക്ട്സുകൾ. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഹൗസുകളിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പോഴും പ്രൊഡ്യൂസറെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ആ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ഞാനത് കഥ കേൾക്കുന്നു, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പറയുന്നു, ഇത് ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ അതിൽ വേറെ കുറുക്ക് വഴികളോ ഒന്നുമില്ല. അതോട് ചേർത്ത് എനിക്കൊരു കാര്യം കൂടി ചോദിക്കേണ്ടത്, പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള ഡയറക്ടറിൻ്റെ ഒരു റോളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിനെ പോലുള്ള വലിയ റോളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുകിട റോളിലേക്ക് ആളുകൾ പോവില്ല. പക്ഷേ രത്തീന ഇതിൻ്റെ ഇടയിലും ഒരു സംരംഭം കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്നു, പോസ്റ്റേഴ്സ് ചെയ്യുന്നു. അപ്പം അതിൽ ഒരു സ്റ്റാറ്റസ് പ്രശ്നം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ലേബലിംഗ് പ്രശ്നം, അതിലെന്തെങ്കിലും ചലഞ്ചസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനായി ചലഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ എന്ത് പറയുന്നോ, ഇതൊന്നും ഞാൻ കേൾക്കാറില്ല. അന്നും കേൾക്കാറില്ല, ഇന്നും കേൾക്കാറില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ മുഴുവൻ സംവിധാനം കഴിഞ്ഞിട്ട് നേരെ എനിക്ക് അടുത്ത ഒരു വലിയൊരു പ്രോജക്റ്റ്, അതായത് ഒരു സീരീസ് ആയിരുന്നു വന്നത്. അപ്പം അതിന് ഒത്തിരി ടൈം ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, എനിക്ക് അത് വേറെ റൈറ്ററാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും എനിക്ക് ജോലി ചെയ്യണം. ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പം ഞാൻ ഉടനെ ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യാമോ? കാരണം ഞാനാണ് ആ പ്രൊഡക്ഷൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് ഇതുവരെ. അവരുടെ അച്ഛൻ മുതൽ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ അത് ഷൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക റത്തീന. അപ്പോൾ ഞാൻ എന്താ ഞാൻ ചെയ്യാതിരിക്കും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോൾ കമോൺ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ വേഗം ഞാൻ അതിൻ്റെ പണികളായി അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാൾ വിളിച്ച്, റത്തീന ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുവാണ്, അതൊന്ന് ഡിസൈൻ ചെയ്ത് തരാമോ, ഈ പ്രോജക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ? അപ്പോൾ ഓക്കെ, കഥ കേൾക്കുന്നു, അയക്കുന്നു. അത് സിനിമയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പണ്ടും ചെയ്തിട്ടുള്ളത്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിട്ടുണ്ട്, ഞാൻ ആർട്ട് അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്, ഞാൻ പോസ്റ്റർ ഡിസൈനർ ആയിട്ടുണ്ട്. ഞാൻ എല്ലാ മേഖലകളിലും എന്താണോ ആ സിനിമയുടെ ഭാഗമാവാൻ
എനിക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും എൻ്റെ കഴിവുകളിൽ ഞാൻ നല്ലൊരു എന്താ പറയുക, ഒരു മാനേജിങ് സ്കില്ലുള്ള ആളാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അതിൽ ഞാൻ അങ്ങനെ ഒരു അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് സിനിമ ആണ് എൻ്റെ ഏറ്റവും വലിയ, എനിക്ക് ആക്ച്വലി സിനിമ എനിക്ക് ആ പണി അറിയൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്ത് ജോലികൾ ആര് വിളിച്ചാലും അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ. പക്ഷേ ഞാൻ ശമ്പളം മേടിക്കും, വളരെ നിർബന്ധമാണ്. ശമ്പളം മേടിക്കും, അത്യാവശ്യം നല്ല ശമ്പളം തന്നാലേ വരുള്ളൂ. അപ്പം അതും ഞാൻ ഈ എക്സ്പീരിയൻസിലുണ്ട്. ഞാൻ വെറുതെ പോയിട്ട് പണിയെടുക്കുന്നതല്ല കേട്ടോ. ഈ പറഞ്ഞ എല്ലാ ജോലികൾക്കും ഞാൻ കൃത്യമായ ശമ്പളം ചോദിച്ച് മേടിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എൻ്റെ തൊഴിലാണത്, എൻ്റെ പാഷനാണത്. അപ്പം നമുക്ക് അങ്ങനെ നോക്കി കാണേണ്ട കാര്യമൊന്നുമില്ല. സിനിമയോട് ചേർന്ന് നിൽക്കുക, അതാണ് എനിക്ക് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ഹെൽപ്പായിട്ടുള്ളത്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളാണ്. സിനിമ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇതുണ്ടാക്കി വന്നല്ല, നമ്മൾ ആളുകളെ പരിചയപ്പെടുന്നു, ആ പുതിയ ടീമുകൾ. ഇപ്പോൾ ഇവരെയൊക്കെ കണ്ട് ഇവർ പറയുന്നത് വേറൊരു എനർജിയാണത്. നമ്മളടുത്തേക്ക് വരുന്ന ആളുകളൊക്കെയും പല എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പം അതറിയുക, അവരുടെ കൂടെ നിൽക്കുക, പ്രൊജക്റ്റ് ചെയ്യുക. അല്ലാതെ അതിലേത് ഒരു സംവിധാന സംരംഭം കഴിഞ്ഞാൽ അടുത്ത സംവിധാനത്തിന് കാത്തുക്കാതെ അതിൻ്റെ ഇടയിൽ തന്നെ എന്നും സിനിമയുടെ ഭാഗമായി നിൽക്കുന്നത് ഈ മാർക്കറ്റ് പിടിക്കുന്നതിലും ആ രീതിയിൽ സിനിമ കൃത്യമായിട്ട് എത്തിക്കുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അവിടെ ഉണ്ട്. എന്നെ എല്ലാവരും കാണുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല. അതൊരു സിനിമയിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അവിടെയൊക്കെ നമ്മൾ മാറി നിന്ന് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയ്ക്ക് ആവശ്യമില്ല. അപ്പം അമ്മൂക്ക പറയാറില്ലേ, നമ്മൾ ആവശ്യമേ ഇല്ല, നമുക്കാണ് ആവശ്യം. ഞാൻ അവിടെ നിൽക്കുക, ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ പോകില്ല. ഞാൻ എന്തായാലും നിങ്ങൾ എന്ത് ഓഫറാണോ, ഞാൻ പറഞ്ഞേ എനിക്ക് പേയ്മെൻ്റ് ആയിട്ടും എന്നെ അത് ഹാപ്പി ആക്കുന്നത്, പ്രൊഡക്ഷൻ എന്നെ ഭയങ്കര ഹാപ്പി ആക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യാൻ. അപ്പം ഞാൻ ആര് വിളിച്ചാലും ഞാൻ ആദ്യമായിട്ട് ഈ സംവിധാന സംരംഭത്തിലേക്ക് വന്നപ്പോഴേ ഒരു സ്ത്രീ, അതായത് ജെൻഡർ, നമ്മുടെ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ആളുകൾക്ക്, അതായത് സെറ്റിലുള്ളവർക്ക് ഒരു താങ്കൾ എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റനെ ഗൗനിക്കുന്നതിൽ ഒരു കോൺഫിഡൻസ് കുറവായിട്ട് ആളുകൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2 രീതിയിലുണ്ട്. അതായത് അത് എനിക്ക് ഡയറക്ഷനെക്കാട്ടിലും അപ്പത്തിന് ഞാൻ കുറേ വർഷമായില്ലേ ഈ പറയുന്ന പലരെയും നമ്മൾ ആദ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. എൻ്റെ സെറ്റിലുള്ള എല്ലാവരും എനിക്ക് കുറേ നാളായിട്ട് അറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. എനിക്ക് പരിചയക്കുറവിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തൊക്കെയും ഓരോ പ്രൊഡക്ഷൻ ഹൗസസിന് വേണ്ടിയിട്ടാണ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഓൾറെഡി ഞാൻ അവിടെ പോകുന്നു. അപ്പം ഞാൻ പോയിട്ട് എന്തിനാണ് ഇത് വേണ്ടത്, നിങ്ങൾക്ക് എന്തിനാണ് ഈ ആവശ്യം പറഞ്ഞത് എന്ന് നമുക്ക് ചോദ്യം ചോദിക്കേണ്ടത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു സാധനം എന്തുകൊണ്ട് ഇത്ര ചിലവായി എന്ന് ചോദിക്കേണ്ട പോസ്റ്റായിരുന്നു എൻ്റെത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ വന്ന് പറയാണ് അവിടെ എത്ര പൈസ കൊടുക്കണം, അവിടെ എന്തിനാ പൈസ കൊടുക്കുന്നത്. അതായത് എൻ്റെ ജോലി തന്നെ ചോദ്യം ചെയ്യലായിരുന്നു. എന്നെ വിടുന്നത് സെറ്റിലോട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പണ്ട് മുതലേ പോകുന്നതും ഈ മറ്റേ മൂഡ് ഓൺ ചെയ്തിട്ടാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ കീലേരി അച്ചുമായിട്ടാണ് നമ്മൾ സെറ്റിലൂടെ നടക്കുന്നത്. അപ്പം അവർക്ക് അത് ശീലമാണ്. അപ്പം ആ ശീലത്തിൽ നിന്ന് വരുമ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവർ ഇവളാരാ ഇത് ചോദിക്കാൻ, ഈ മൂഡ് അപ്പം ഉണ്ടായിരുന്നു. ഫസ്റ്റിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് അനുസരിക്കാൻ. അത് അവരുടെ കുറ്റമല്ല, അതൊരു ഒരു മെയിൽ ഡോമിനേറ്റഡ് ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിലും കാലാകാലങ്ങളായിട്ട് അതങ്ങ് മാഴും. മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ മാഞ്ഞു തുടങ്ങി, എല്ലാവരും വന്നു തുടങ്ങി. പക്ഷേ ഒന്നിച്ചിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു 4-5 വർഷത്തിനിടയിലാണ് ഇത്രയും സംവിധായികമാർ ഒന്നിച്ച് വന്നത്. അതുവരെ എങ്ങനെ ഇല്ല. അപ്പം സംവിധായികമാരല്ല, ഒരു ആളും ഇല്ല സെറ്റിൽ. ഞാൻ മാത്രമൊക്കെ പെണ്ണായിട്ടുണ്ടായിരുന്ന സെറ്റുകളുണ്ട്. ഹെയർ ഡ്രസ്സറും ഉണ്ടാവും, ഒബ്വിയസ്ലി ഒരു ഹെയർ ഡ്രസ്സർ ചിലപ്പോൾ അതിൽ നായികമാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടെന്ന് നമ്മൾ പറയുകയാണ് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് അത് ആർക്കായാലും അത് ശീലമില്ല. പെട്ടെന്ന് ആ ശീലം ഇല്ലായ്ക വരുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടിൽ നിന്ന് അവർ നമ്മളെ ഇത്തിരി ഇതാക്കും. പിന്നെ ഞാൻ സംവിധായികയായിട്ട് വന്നപ്പം എനിക്കുണ്ടായത് ഭയങ്കര സഹായമാണ്. ഞാൻ ഗ്യാസ് ഊറ്റിയൊന്നുമല്ലല്ലോ എടുത്തു വെക്കുന്നത്. സഹായം എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ പിള്ളേർ പറയും കേരേട്ടന്മാരെന്നൊക്കെ പറയുന്ന പോലെ സഹായ സംഭവം അത് എനിക്ക് ഇത്തിരി സഹായം വേണ്ട. സഹായിച്ചിട്ട് കൂടുന്നുണ്ട്, ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാൻ പറ്റും
നമ്മൾ ഇത് ചെയ്യാനാണല്ലോ വന്നത് എന്ന സാധനം പറയാനുള്ള പ്രയാസമുണ്ടല്ലോ. അല്ല നിങ്ങൾ ഓക്കെ ഇനി ഹാപ്പിയാണ്, സന്തോഷമുണ്ട് എന്നുള്ളത് ഇത് ഒരു കുറ്റമേ അല്ല. അവർക്ക് അത് ഡീല് അത് ശീലമില്ലായികയാണ്. അതെന്ത് ചെയ്യണം, ഇതെങ്ങനെ എടുക്കണം, ഇവർ പറയുന്നതിന് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ശീലമില്ലായികയായിരിക്കാം എന്ന് പറയുന്നത്. അല്ലാതെ വന്നിട്ട് ആരും അനുസരിക്കാതിരിക്കുക. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അതുകൊണ്ട് ഇതിപ്പോൾ എന്നെ എങ്ങനെ ആൻസർ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ആർക്കും പ്രത്യക്ഷത്തിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾ പറയാൻ ചെയ്യുന്ന സൗകര്യമല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പോകാൻ പറയും എൻ്റെ സെറ്റിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞൊരു ശീലമൊന്നും എനിക്കില്ല. പക്ഷേ ആരും വന്ന് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് എന്താ പറയുക, വളഞ്ഞു തിരിഞ്ഞൊക്കെ അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. പിന്നെ കമൻ്റ് അടിക്കും. അത് എനിക്ക് തോന്നുന്നത് സ്ത്രീ സംവിധായകന്മാർക്ക് മാത്രമായിരിക്കില്ല, മറ്റുള്ളവർക്കും ആദ്യമൊക്കെ വരുമ്പോൾ ഒക്കെ ബാക്കി എല്ലാവരും ചിലപ്പോൾ 35-40 വർഷമായിട്ട് നിൽക്കുന്ന ചേട്ടനായിരിക്കും ലൈറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചേട്ടൻ എന്തോ വയ്ക്കുന്നത്, ഇതെന്തോ ഇതിന് ട്രാക്കാണുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ തളരരുത്, അപ്പം നമ്മൾ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹോൺ അടിച്ചുകൊണ്ടിരിക്കും ബാക്കിൽ നിന്ന്, നമ്മൾ എന്തിനാണ് മൈൻഡാക്കുന്നത്? അതായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇപ്പോഴും അതെ, ഇപ്പോഴും I don't mind.